ഞാൻ അവിടെ മത്സരിക്കാൻ എത്തിയപ്പോൾ തന്നെ സൈബർ ബുള്ളിങ്ങിലൂടെ എനിക്കെതിരായി വലിയ ക്യാമ്പയിൻ അവിടെ നടന്നിരുന്നു. ആ ക്യാമ്പയിൻ്റെ ഭാഗമായി തന്നെ അവിടെ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ ഈ പറയുന്ന സംഘപരിവാറും RSSും എല്ലാം ഒന്നിച്ചായിരുന്നു ക്യാമ്പയിൻ നടത്തിയത്. സംഘപരിവാർ ഉയർത്തുന്ന വീഡിയോ ഇടതുപക്ഷത്തിലെ കൗൺസിലർ തന്നെ എനിക്കെതിരായി അവിടെ പ്രചരിപ്പിച്ചു. ആ രൂപത്തിൽ പ്രത്യേകിച്ച് അവിടെ ഒരു വിമത സ്ഥാനാർത്ഥിയെ ലീഗിൽ നിന്ന് അടർത്തിയെടുത്ത് നിർത്തി അബ്ദുള്ളക്കുട്ടിയും C രഘുനാഥും ഫണ്ട് ചെയ്ത് അവിടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തി. അപ്പോൾ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് എല്ലാ സംഘടനകളും പിന്നെ BJPയും SDP അതോടൊപ്പം ഈ പറയുന്ന എല്ലാ സംഘടനകളും എനിക്കെതിരായി പിന്നെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. 20 വർഷത്തോളം ഈ ഡിവിഷനും അതോടൊപ്പം വാർഡും LDFൻ്റെ കുത്തകയായിരുന്നു. 350 വോട്ടിന് ജയിച്ച ആ ഡിവിഷനിൽ ഇത്തവണ 700 പരം വോട്ടിനാണ് അവിടുത്തെ മതനിരപേക്ഷ ജനത എന്നെ വിജയിപ്പിച്ചത്. തീർച്ചയായിട്ടും ആ വിജയം എന്നെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് സംഘപരിവാർ എനിക്കെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രൊപ്പഗൻഡയ്ക്കെതിരെയുള്ള ഒരു വലിയ വിജയമാണ്. ഞാൻ അവിടെ മത്സരിക്കാൻ എത്തിയപ്പോൾ തന്നെ സൈബർ ബുള്ളിങ്ങിലൂടെ എനിക്കെതിരായി വലിയ ക്യാമ്പയിൻ അവിടെ നടന്നിരുന്നു. ആ ക്യാമ്പയിൻ്റെ ഭാഗമായി തന്നെ അവിടെ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ ഈ പറയുന്ന സംഘപരിവാറും RSSും എല്ലാം ഒന്നിച്ചായിരുന്നു ക്യാമ്പയിൻ നടത്തിയത്. സംഘപരിവാർ ഉയർത്തുന്ന വീഡിയോ ഇടതുപക്ഷത്തിലെ കൗൺസിലർ തന്നെ എനിക്കെതിരായി അവിടെ പ്രചരിപ്പിച്ചു. ആ രൂപത്തിൽ പ്രത്യേകിച്ച് അവിടെ ഒരു വിമത സ്ഥാനാർത്ഥിയെ ലീഗിൽ നിന്ന് അടർത്തിയെടുത്ത് നിർത്തി അബ്ദുള്ളക്കുട്ടിയും C രഘുനാഥും ഫണ്ട് ചെയ്ത് അവിടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തി. അപ്പോൾ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് എല്ലാ സംഘടനകളും പിന്നെ BJPയും SDP അതോടൊപ്പം ഈ പറയുന്ന എല്ലാ സംഘടനകളും എനിക്കെതിരായി പിന്നെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ വലിയ വിജയം നേടിയത്. ആദികടലായിലെ ആ മതേതര ജനത നൽകിയ ആ പിന്തുണ എപ്പോഴും മനസ്സിൻ്റെ അകത്തളത്തിലുണ്ടാവും. മാത്രമല്ല കേരളത്തിലും അതോടൊപ്പം തന്നെ കണ്ണൂരുമല്ല UDFൻ്റെ തരംഗാണ്. പക്ഷേ ഈ കോർപ്പറേഷനകത്ത് BJP ജയിച്ചത് വല്ലാതെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. അതെങ്ങനെ വന്നു എന്നത് പരിശോധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം പ്രത്യേകിച്ച് സംഘപരിവാറിൻ്റെ വളർച്ച ഒരിക്കലും അംഗീകരിക്കപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നുള്ളത് കൂടി ഈ തരത്തിൽ പറയാണ്. LDFൻ്റെ സിറ്റിംഗ് സീറ്റാണ്, അവിടെ ഒരു ലീഗ് വിമതൻ വരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഈ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിച്ചു വന്നതിന് എന്താണ് അടിസ്ഥാനമായിട്ടുണ്ടാവുക എന്നാണ് നിലവിൽ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്? തീർച്ചയായും അവിടെ ഒരു വികസന കാഴ്ചപ്പാട് മുന്നിട്ടുകൊണ്ടാണ്. 10 വർഷക്കാലമായി അവിടുത്തെ അവസ്ഥ വളരെ മോശമായിരുന്നു. അപ്പോൾ തീർച്ചയായും ആ വികസനമാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. ആ വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യണം എന്നുള്ള നിലപാടെടുത്തു. തീർച്ചയായും ആ ചർച്ച വന്നപ്പോൾ തന്നെ മറ്റ് രൂപത്തിലുള്ള പ്രചരണങ്ങൾ വന്നു. ആ പ്രചരണങ്ങളെല്ലാം തള്ളിക്കൊണ്ട് വ്യക്തിഹത്യ നടത്തി, അങ്ങനെ എല്ലാം നടത്തിയിരുന്നു. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ വിജയത്തിലേക്ക് എന്നെ ജയിപ്പിച്ചത്.